ഇന്നത്തെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യണം. നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ ഡേറ്റ് കേരള PSC ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. 2 ഘട്ടങ്ങളിലൂടെ ആയിട്ടാണ് കേരള PSC ഈ ഒരു പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാം ഘട്ടം 2-ാം തീയതി, ഓഗസ്റ്റ് മാസം 2-ാം തീയതിയും അടുത്ത ഘട്ടം ഓഗസ്റ്റ് 9-ാം തീയതിയുമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓരോ ഘട്ടങ്ങളിലും എഴുതുന്ന ജില്ലകൾ ഏതൊക്കെയാണ്, അതേപോലെ തന്നെ ഓരോ ജില്ലയിലും എത്ര പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ഇതിൽ ഒന്നാം ഘട്ടം നടക്കുന്നത് ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്. ഇവിടെ നടക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. ഈ ഒരു ജില്ലയിൽ ടോട്ടൽ ഇപ്പോൾ 67,706 പേര് കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. അടുത്ത ജില്ല ഇതേ ദിവസം നടക്കാൻ പോകുന്നത് പത്തനംതിട്ട ജില്ലയാണ്. അവിടെ 13,699 പേരും. കോട്ടയം ജില്ലയിൽ 17,577, തൃശ്ശൂർ ജില്ല 25,478, മലപ്പുറം ജില്ല 34,021, കോഴിക്കോട് ജില്ല 40,381. അപ്പോൾ ഇത്രയും ജില്ലകളിലാണ് ഓഗസ്റ്റ് 2-ാം തീയതി കേരള PSC അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെ പരീക്ഷ നടത്തുന്നത്. അപ്പോൾ ഒന്നാം ഘട്ടം നടക്കുന്നത് ഇത്രയും ജില്ലയിലാണ്. അവരുടെ ഹോൾ ടിക്കറ്റ് എന്നാണ് വരുന്നതെന്ന് ഇവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. 19/7/2025 ഹോൾ ടിക്കറ്റ് പ്രൊഫൈലിലൂടെ ലഭ്യമാണ് എന്നും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ എഴുതുന്ന ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെക്രട്ടേറിയറ്റ് OA, അതുപോലെ തന്നെ LDC, അതിൻ്റെ സെയിം സിലബസ് തന്നെയാണ് ഈ ഒരു പരീക്ഷയ്ക്കും വരുന്നത്. ഈ ഒരു PDF നിങ്ങൾക്ക് കേരള PSC വെബ്സൈറ്റിൽ നിന്ന് കിട്ടും. അവിടെ നിങ്ങൾക്ക് സിലബസിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ വേണമെങ്കിൽ സിലബസ് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്, അല്ലെങ്കിൽ നോക്കാവുന്നതാണ് സിലബസ് ഇതുവരെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ. പിന്നെ 1.5 മണിക്കൂറാണ് ഇതിൻ്റെ ടൈം. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്കിലും ആദ്യമായിട്ടൊക്കെ എഴുതാൻ പോകുന്നവരാണെങ്കിൽ 1.5 മണിക്കൂറാണ്. ഇതൊരു മെയിൻ എക്സാം, ഒറ്റ പരീക്ഷയാണുള്ളത്. അത് പ്രിലിംസ് ഇല്ല, ഒറ്റ പരീക്ഷയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് 1.5 മണിക്കൂറാണ്. ഇത് നമുക്ക് അടുത്ത ആ ഒരു ഘട്ടത്തിലേക്ക് വരാം. അതായത് ഓഗസ്റ്റ് 9-ാം തീയതിയാണ് അടുത്ത ASMൻ്റെ പരീക്ഷ വരുന്നത്. ഓഗസ്റ്റ് 9-ാം തീയതി ASMൻ്റെ പരീക്ഷ നടക്കുന്ന ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഒന്നാമത്തെ ജില്ല കൊല്ലം ജില്ലയാണ്. അതായത് ബാക്കി ജില്ലകളിൽ ഇനി ഓഗസ്റ്റ് 9-നാണ് നടക്കുക. അതിൽ കൊല്ലം ജില്ലയിൽ 38,959 പേരാണ് കൺഫർമേഷൻ കൊടുത്തത്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ 26,986, ഇടുക്കി 12,415, എറണാകുളം 32,091, പാലക്കാട് 36,774, വയനാട് 11,462, കണ്ണൂർ 25,640, കാസർഗോഡ് 13,287. ഇതാണ് ASMന് കൺഫർമേഷൻ കൊടുത്തിരിക്കുന്ന ഓരോ ജില്ലകളുടെയും കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരാണ് ഇനി പരീക്ഷ എഴുതാനായിട്ട് പോകുന്നത്. ഇനി ഈ ഒരു 2-ാം ഘട്ടത്തിൻ്റെ ഹോൾ ടിക്കറ്റ് 26/7/2025 പ്രൊഫൈലിലൂടെ ലഭ്യമാക്കുമെന്ന് കൃത്യമായിട്ട് ഈ ഒരു എക്സാം ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള PSCയുടെ ഓഗസ്റ്റ് മാസത്തിലെ കൺഫർമേഷന് ശേഷം ഉള്ള എക്സാം ടൈം ടേബിൾ കേരള PSCയുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. അതിൽ ASMൻ്റെ പരീക്ഷാ തീയതിയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയത്. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ കേരള PSCയുടെ വെബ്സൈറ്റിൽ ഈ ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റ് പരീക്ഷകൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ തീയതിയാണെന്നും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ASMൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് മാസം 2-ഉം 9-ഉമാണ്. ഓരോ ജില്ലകളിലെയും കൺഫർമേഷൻ കൊടുത്തവരുടെ എണ്ണവും പഠിച്ചിട്ടുണ്ട്, നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സിലബസ് കൃത്യമായിട്ട് ഈ ഒരു PDF ഉണ്ട്, അല്ലെങ്കിൽ കേരള PSCയുടെ സിലബസിൻ്റെ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.